PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ അതായത് 11/11/2024 നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള PSC നടത്തിയ പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരമുള്ള നിങ്ങളുടെ സ്കോർ കമൻസിലിടുക. ഓക്കെ, ഇതിൻ്റെ കാറ്റഗറി കോഡ് 659/2023 ആണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ, ദ മാർക്കിംഗ് മീഡിയ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഔട്ട് പർപ്പസ് വിച്ച് ഈസ് പോയ്സണസ് ഈസ് ബി ആണ് കോപ്പർ സൾഫേറ്റ്. 2, ബി ഗ്രേഡ് സർഫസ് പ്ലേറ്റ്സ് ആർ 0.02 millimeter of flatness while A grade surface plates are within 0.005 millimeter flatness. D ആണ് ഉത്തരം. 3, ദ സ്മോളസ്റ്റ് സൈസ് ഓഫ് ഗേജ് ബ്ലോക്ക് ഇൻ എ M88 സെറ്റ് ഓഫ് സ്ലിപ്പ് ഗേജ് ഈസ് A ആണ് 1.0005 millimeter. 4, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്ലോട്ട്സ് ഇൻ ദ ആംഗിൾ പ്ലേറ്റ്? B, ടു എനേബിൾ ദ വർക്ക് ടു ബി ഹെൽഡ് ഫേംലി ബൈ ബോൾട്ട്സ് ആൻഡ് ക്ലാംപ്സ്. 5, ഇൻ മെഷർമെൻറ്റ് ദ ലെങ്ത് സ്റ്റാൻഡേർഡ് ഈസ് ക്ലാസിഫൈഡ് ആസ് 2. വൺ ഈസ് ദ ലൈൻ സ്റ്റാൻഡേർഡ് ആൻഡ് ദ അതർ ഈസ് C ആണ് എൻഡ് സ്റ്റാൻഡേർഡ്. 6, fill in the blanks. A slip gauge is an example of precision measuring instrument. 7, a caliper which is extremely useful for scribing lines parallel to the edge of the work and for finding center of a cylindrical work is D ആണ് ഹെർമഫ്രോഡൈറ്റ് സ്കാലിപ്പർ എന്നുള്ളത്. 8ാമത്തെ പ്രോബ്ലത്തിന് റീഡിങ് B ആണ് 18.62 millimeter. 9, gauges are made in 5 grades of accuracy. In that which grade is most commonly used in the production of components, tools and gauges? D ആണ് grade 1. ഇനി 10ാമത്തെ പ്രോബ്ലത്തിന് ലീസ്റ്റ് കൗണ്ട് വെർണിയറിൻ്റെ C ആണ് 0.02 millimeter. 11, വിച്ച് മെറ്റൽ ഈസ് യൂസ് ടു മേക്ക് ഹാമർ? C, ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. 12, ഹൗ ബെഞ്ച് വൈസ് ഈസ് സ്പെസിഫൈഡ്? D ആണ് വിഡ്ത്ത് ഓഫ് ദ ജോസ്. 13, വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ ഇൻ ബ്രിട്ടീഷ് സിസ്റ്റം? A ആണ് 1/64 inch. 14, വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് ട്രൈ സ്ക്വയർ ഫോർ 10 millimeter ലെങ്ത്? C, 0.002 millimeter. 15, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ജെന്നി കാലിപ്പർ? B ആണ് ഹെർമഫ്രോഡൈറ്റ് കാലിപ്പർ. 16, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ സ്ട്രെയിറ്റ്നെസ് ആൻഡ് ഫ്ലാറ്റ്നെസ് ഓഫ് പ്ലെയിൻ സർഫസസ്? D, സ്ട്രെയിറ്റ് എഡ്ജ്. 17, വിച്ച് പാർട്ട് ഓഫ് കോമ്പിനേഷൻ സെറ്റ് ഈസ് യൂസ് ടു ലൊക്കേറ്റ് ദ സെൻറ്റർ ഓഫ് സിലിണ്ട്രിക്കൽ ജോബ്സ്? A, സെൻറ്റർ ഹെഡ്. 18, ഹൗ മെനി മിനിറ്റ്സ് ആർ ഇൻ 1 degree? C ആണ് 60 minutes. 19, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ് ഇൻ FPS സിസ്റ്റം? C ആണ് പൗണ്ട്. 20, ഹൗ സ്ക്രൂ ഡ്രൈവേഴ്സ് ആർ സ്പെസിഫൈഡ്? B, അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് ദ ഷാങ്ക് ആൻഡ് വിഡ്ത്ത് ഓഫ് ടിപ്പ്. 21, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് നീഡിൽ ഫയൽ? C ആണ് നോമിനൽ ലെങ്ത് ഈക്വൽസ് ഫയൽ ലെങ്ത് പ്ലസ് ടാങ്ക് ലെങ്ത്. 22, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു ഗ്രൈൻഡിങ് വീൽ ബോണ്ട്? അതിവിടെ 3ാമത്തെ 4ാമത്തെയാണ്, അതായത് B ആണ് ഉത്തരം. 23, വാട്ട് ഈസ് ദ പോയിന്റ് ആംഗിൾ ഓഫ് ചിസൽ ഹാവിംഗ് റേക്ക് ആംഗിൾ 30 degree ആൻഡ് ക്ലിയറൻസ് ആംഗിൾ 20 degree? C ആണ് 40 degree. 24, എ ഹോൾ ഈസ് റീംഡ് വിത്ത് എ 10 millimeter റീമർ. ഡ്രിൽ സൈസ് ഷുഡ് ബി D, 9.75 millimeter. ഇനി 25, മാച്ച് ദ ഫോളോയിങ് ആണ്. അതിന് എക്ക് 2ാമത്തെയാണ്, ബിക്ക് 4ാമത്തെ, സിക്ക് 5ാമത്തെ, ഡിക്ക് 1ാമത്തെ, അതായത് B ആണ് ആൻസർ. ഇനി 26ാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ വിത്ത് റിലേറ്റഡ് ടു ഫയർ? ഇവിടെ തന്നിരിക്കണ ഒന്നും ട്രൂ അല്ല, അതുകൊണ്ട് D, നൺ ഓഫ് ദ എബോവ്. 27, ദ ആംഗിൾ ഓഫ് കൗണ്ടർ സിങ്കിങ് ഫോർ ദ യൂസ് ഓഫ് കൗണ്ടർ സിങ്ക് ഹെഡ് സ്ക്രൂസ് ആൻഡ് ഡീബറിംഗ് ഈസ് B ആണ് 90 degree. ഇനി 28, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ചിസൽ ആംഗിൾസ്? ഇവിടെ തന്നിരിക്കണതിൽ 1, 3, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, അതായത് A ആണ് ഉത്തരം. 29, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് വിത്ത് റിലേറ്റഡ് ടു ഹോക്സോ ബ്ലേഡ്? അത് 2ാമത്തെയും 4ാമത്തെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്, അതായത് A ആണ്. 30, ഇൻ എ ഡ്രിൽ ബിറ്റ് ദ നാരോ സ്ട്രിപ്പ് വിച്ച് എക്സ്റ്റെൻഡ്സ് ടു ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ഫ്ലൂട്ട് ഈസ് നോൺ ആസ് C, ലാൻഡ്. 31, ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ലിമിറ്റ് ആൻഡ് ലോ ലിമിറ്റ് ഈസ് കോൾഡ്? A ആണ് ടോളറൻസ്. 32, വാട്ട് ഈസ് ദ ആക്യുറസി ഓഫ് മെട്രിക് ഔട്ട്സൈഡ് വെർണിയർ മൈക്രോമീറ്റർ? C, 0.001 millimeter. 33, what is the term used for the relationship existing between two mating parts? D, fit. 34, which type of fixture is used for machines on evenly spaced surfaces? C ആണ് indexing fixture. 35, which type of jig is used for awkwardly shaped workpiece to drill at different angle? A ആണ് Trunnion jig. 36, what is the use of drill gauge? B, check the diameters of the drill. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ്
ഗേജ്. 37ാമത്തത് സി ആണ് സെൻറ്റർ ഗേജ് എന്നുള്ളത്. 38 വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ദ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ 50 mm to 75 mm. ഇപ്പോൾ ഇവിടെ തന്നേക്കുന്ന റീഡിങ് 57.74 mm ബി ആണ്. ഇനി 39 വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് എ വെർനിയർ കാലിപ്പർ. ഇപ്പോൾ ഇവിടെ തന്നേക്കണേൽ ബി 35.40 mm ആണ്. ഇനി ബി ആണ്. ഇനി 40 വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗേജ്. ഇവിടെ തന്നേക്കണ ഫിഗർ സ്നാപ്പ് ഗേജ് ഡി ആണ്. 41 വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് കോമ്പോസിഷൻ ഓഫ് ലെഡ് ആൻഡ് ടിൻ ഇൻ യൂടെക്റ്റിക് അലോയ്. ഡി ആണ്. 63% ടിൻ ആൻഡ് 37% ലെഡ്. 42 വിച്ച് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഫാസ്റ്റനർ ഈസ് യൂസ്ഡ് ഓൺ ഹെവി ഡ്യൂട്ടി മെഷീൻസ്. ബി ആണ്. ലാഗ്രലെ ടൈപ്പ് ബെൽറ്റ് ഫാസ്റ്റനർ. 43 വിച്ച് വാഷർ ഈസ് യൂസ്ഡ് വെൻ ദ മൗണ്ടിങ് ഹോൾസ് ആർ ഓവർ സൈസ്. സി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈപ്പ്. 44 വിച്ച് ടൈപ്പ് ഓഫ് ഗിയേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ സ്പീഡ് റിഡക്ഷൻ പർപ്പസസ്. എ ആണ് വേം ഷാഫ്റ്റ് ആൻഡ് വേം ഗിയർ. ഇനി 45 വിച്ച് ടൈപ്പ് ഓഫ് ബെയറിംഗ് ഹാസ് പ്രൊവിഷൻ ഫോർ വെയർ അഡ്ജസ്റ്റ്മെൻറ്റ്. ബി ആണ് അഡ്ജസ്റ്റബിൾ സ്ലൈഡ് ബെയറിംഗ്. 46 വിച്ച് സെറ്റ് സ്ക്രൂ ഈസ് യൂസ്ഡ് ഓൺ പാർട്സ് റിക്വയറിംഗ് ഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. സി ആണ് ഫ്ലാറ്റ് പോയിൻറ്റ് സെറ്റ് സ്ക്രൂ എന്നുള്ളത്. 47 വിച്ച് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ഓൺ ലൈൻ ഷാഫ്റ്റ്സ് ഇൻ ടെക്സ്റ്റൈൽ മിൽസ്. എ ആണ് ക്ലാമ്പ് കപ്ലിംഗ്. 48 വിച്ച് റിവറ്റ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഹൈറ്റ് ഓഫ് ദ റിവറ്റ് ഹെഡ് ആൻഡ് എബവ് ദ മെറ്റൽ സർഫസ്. എ ആണ് മഷ്റൂം ഹെഡ് റിവറ്റ്സ്. 49 വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലച്ച് ഈസ് എ പോസിറ്റീവ് ഡ്രൈവ്. ഡി ഡോഗ് ക്ലച്ച്. 50 വിച്ച് ടൈപ്പ് ഓഫ് കീ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് യൂണിഡിറക്ഷണൽ ടോർക്ക്. ബി പാരലൽ ഓർ ഫെദർ കീ. ഇനി 51 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ലെഡ്. ഇവിടെ തന്നിരിക്കുന്നത് ലെഡ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഓർ കോൾഡ് ഗലേന. ലെഡ് ഈസ് എ ഹെവി മെറ്റൽ. സോൾജർ ഈസ് ആൻ അലോയ് ഓഫ് ലെഡ് എന്നുള്ളത്. അതായത് മൂന്നും ശരിയാണ്. അപ്പോൾ സി ആണ് ഓൾ ഓഫ് ദ എബോവ്. 52 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് അനിലിംഗ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ അതായത് അനിലിംഗ് സോഫ്റ്റ് ഓൺ ദ സ്റ്റീൽ. പിന്നെ മൂന്നാമത്തെ അനിലിംഗ് ഇംപ്രൂവ്സ് ദ മെഷീനബിലിറ്റി. അതായത് സി ആണ് ഉത്തരം. 53 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിലേറ്റഡ് ടു സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ. ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ഫെറൈറ്റ് ഈസ് റിലേറ്റീവ്ലി സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ എന്നുള്ളതും, രണ്ടാമത്തെ സിമെൻറ്റൈറ്റ് ഈസ് എ കെമിക്കൽ ഫോം ഓഫ് അയൺ ആൻഡ് കാർബൺ. അതായത് ബി ആണ് ഉത്തരം. ഇനി 54 ദ മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് മോണൽ മെറ്റൽ ആർ. സി നിക്കൽ ആൻഡ് കോപ്പർ. 55 മേജർ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് മോൺസ് മെറ്റൽ ഈസ്. ബി ആണ് കോപ്പർ. ഇനി 56 മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ പിക്ക് നാലാമത്തെ സ്ക്വയർ ബേസ് ഡയമണ്ട് പിരമിഡ് എന്നുള്ളത്, ക്യൂവിന് മൂന്നാമത്തെ 10 mm ഡയമീറ്റർ സ്റ്റീൽ ബോൾ, പിന്നെ ആറിന് രണ്ടാമത്തെ 1.6 mm ഡയമീറ്റർ സ്റ്റീൽ ബോൾ, എസിന് ഒന്നാമത്തെ ബ്രേഡ് ഇൻഡൻറ്റർ എന്നുള്ളത്. അതായത് ഡി ആണ് ഉത്തരം. 57 വെൻ ഹീറ്റിംഗ് ദ സ്റ്റീൽ ചേഞ്ചസ് ഇറ്റ്സ് ടെമ്പറേച്ചർ കമൻസസ് ഫ്രം. ഡി 723 degrees Celsius. 58 in the process of normalizing steel the specimen is subjected to heating. D above the upper critical temperature then cooled in still air. 59 double bell and Haper arrangement mechanism is used in a blast furnace. 60 alloy that contains lanthanoid metals is A ആണ് മിഷ് മെറ്റൽ എന്നുള്ളത്. 61 the name of square hole in anvil which is used for holding square shank of various fitting. C ആണ് ഹാർഡി ഹോൾ. ഇനി 62 which are correct statement in the case of chisel used in forging. ഒന്നാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് ഡി ആണ്. 63 the forging operation holes are opened out driving through a larger tapered punch is called. A ആണ് drift. 64 which are the statement correct in the case of cutting in forging. അത് ഇവിടെ തന്നിരിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് ബി ആണ് ഉത്തരം. 65 in forging operations the name of process of increasing the thickness of bar at the expense of its length is known as. C ആണ് upsetting. 66 which are the statement correct in the case of forging fullers. അതിൽ ഇവിടെ തന്നിരിക്കുന്നത് നാലാമത്തെയും ഒന്നാമത്തെയാണ്, അതായത് ഡി ആണ് ഉത്തരം. ഇനി 67 in forging the material that should possess a property which is the ability to sustain substantial plastic deformation without fracture even in the presence of tensile stresses. B ആണ് ductility. 68 which of the alloy metal have good relative forgability. C ആണ് copper alloy.
69. In forge weld method of preparing the pieces of metal for welding is known as A ആണ് scraping. 70. The process of producing correct size cylindrical hole by using hot punch over cylindrical die in forging operation is C ആണ് punching. 71. What is the cutting angle of straight snips? C 87 degree. 72. Which mallet is used for hollowing operation? A ആണ് bossing mallet. 73. What is the least count of a metric outside micrometer? D ആണ് 0.01 millimeter. 74. The point angle of a scriber is B 10 degree to 20 degree. 75. Which type of soldering iron is used for soldering heavy gauge metal? C ആണ് handy soldering iron. 76. The angle of beveled edge in a hatchet stake is D ആണ് 50 degree to 60 degree. 77. Which sheet is used for making highly corrosive acid tanks? A ആണ് lead sheet. 78. The process of removing metal to the desired shape from the side or edge of a sheet is known as C ആണ് notching. 79. The operation of producing thin-walled hollow shaped articles from sheet metal is known as B ആണ് drawing. ഇനി 80. The allowance for paint on joint is D ആണ് P equals 2W plus 2T. 81. What is the melting point of zinc? A 419 degrees Celsius. 82. The flame used for oxyacetylene welding of copper must be C ആണ് neutral flame. 83. Which of the following statements are correct? ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് A ആണ് ഉത്തരം. 84. Which among the following weld defects are internal defects? രണ്ടാമത്തെ അതായത് ബ്ലോ ഹോൾ എന്നുള്ളതും നാലാമത്തെ ക്രാക്ക് എന്നുള്ളതും, അതായത് ബി ആണ് ഉത്തരം. 85. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻ കണക്ഷൻ വിത്ത് ഗ്യാസ് വെൽഡിംഗ്? രണ്ടാമത്തെ ഇലക്ട്രോഡ് ഹോൾഡർ എന്നുള്ളതും മൂന്നാമത്തെ വെൽഡിംഗ് കേബിൾസ് എന്നുള്ളതും, അതായത് സി ആണ് ഉത്തരം. 86. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഓക്സി ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഫ്ലെയിം? യൂസ്ഡ് ഫോർ ഗ്യാസ് കട്ടിംഗ് സ്റ്റീലും യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് പർപ്പസസും, അതായത് ഡി ആണ് ഉത്തരം. ഇനി 87. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയാണ്, അതായത് ബി ആണ് ഉത്തരം. 88. വാട്ട് ഷുഡ് ബി ഡൺ ഇൻ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് ഫ്ലാഷ് ബാക്ക് ഹാപ്പൻസ്? അത് ഒന്നാമത്തെ ക്ലോസ് ദ ബ്ലോ പൈപ്പ് ഓക്സിജൻ വാൾ ഫസ്റ്റ്, പിന്നെ രണ്ടാമത്തെ കൂൾ ദ ബ്ലോ പൈപ്പ് ഇൻ വാട്ടർ, അതായത് ബി ആണ് ഉത്തരം. 89. വിച്ച് എമംഗ് ദ ഫോളോയിങ് വെൽഡിംഗ് ടെസ്റ്റ് ആർ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്? ഒന്നാമത്തെ ടെൻസൈൽ ടെസ്റ്റും പിന്നെ നാലാമത്തെ ഇമ്പാക്ട് ടെസ്റ്റും, അതായത് എ ആണ് ഉത്തരം. 90. ഫോർ കംപ്ലീറ്റ് കമ്പസ്റ്റൻ 1 വോളിയൂം ഓഫ് അസെറ്റിലിൻ റിക്വയേഴ്സ് സി 2.5 വോളിയൂം ഓഫ് ഓക്സിജൻ. 91. വിച്ച് പാർട്ട് ഓഫ് ദ ലെയ്ത്ത് ഈസ് യൂസ് ടു സപ്പോർട്ട് ലോങ് വർക്ക് പീസസ്? ബി ആണ് ടെയിൽ സ്റ്റോക്ക് എന്നുള്ളത്. 92. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സ്പെസിഫിക്കേഷൻ ഓഫ് എ ലേത്ത് മെഷീൻ? സി ആണ് സ്വിംഗ് ഡയമീറ്റർ ഓവർ കോമ്പൗണ്ട് സ്ലൈഡ് എന്നുള്ളത്. 93. ഫോർ ജോ ചങ് ക്യാൻ ബി ട്രൂഡ് to the accuracy of a 0.02 millimeter. 94. The property of cutting tool which help to withstand sudden load while cutting is B and toughness. 95. The back gear is provided on the corn pulley type headstock in the lathe machine to D and reduce the spindle speed. 96. Negative rake angle generally provided in the cutting tools which are made of D carbide. 97. What is the depth of cut given if the mild steel rod turned from diameter 40 mm to diameter 30 mm in one cut? A ആണ് 1 mm. 98ാമത്തെ പ്രോബ്ലത്തിന് calculate the driver gear teeth required to cut 2.5 mm pitch thread. ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ എ ആണ് 50 എന്നുള്ളത്. ഇനി 99. ഇൻ ഒബ്ലിക് കട്ടിംഗ് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ടൂൾ ഈസ് സി ആണ് അറ്റ് ആൻ ആംഗിൾ ടു ദ ടൂൾ ആക്സിസ്. ഇനി 100. നെവർ ലീൻ ഓൺ ദ മെഷീൻ ക്ലാസിഫൈഡ് ഇൻ ടു ഡി ആണ് പേഴ്സണൽ സേഫ്റ്റി. അപ്പോൾ ഇത്രയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള PSC നടത്തിയ പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കോറ് ഈ ആൻസർ കീ പ്രകാരം കമൻസിലിടുക. ഓക്കെ, ഇതിൻ്റെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ PSC പിന്നീട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.